സുലൈമാൻ നബിയുള്ള ജഗദലപതികൾക്കധിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദുഹുദ ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ടതവാണല്ലോ. അരുവികൾ പോലും വറ്റി വരണ്ടൊരു യമനിലെ സഭ ഗോത്രത്തിൽ ഇരുവിലും തൊട്ടാൽ കൈ പൊള്ളുന്നൊരു മന്തരി മണലിൻ മധ്യത്തിൽ പലവിധ വർണ്ണപ്പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപള വെട്ടി തിളങ്ങുന്നുണ്ടൊരു പഴങ്കുളി നീല കൊട്ടാരം. ആ കൊട്ടാരത്തിന് തട്ടുകളെട്ടുണ്ട്. ആ തട്ടുകളെട്ടിലും 8 എട്ടെട്ടിലും കട്ടിലും തൊട്ടിലും കൊട്ടിലും മേശയും കുറുസുണ്ട്. കതിർഗത്തും വിധം സീനത്തും മണിമുത്തം മയില് സിഫത്തും പല പിത്തം ചിത്രക്കൊത്തും ചൊത്തും വ്യക്തിമികന്തും ഒരു വിത്ത് പുറത്തിനകത്ത് കൊരുത്തു പകുത്തു പടുത്തു ഉയർത്തിയെടുത്തൊരു കട്ടില് 4 തട്ടിലിരിപ്പുണ്ട്. മണിമാണിക്ക കട്ടില് 4 തട്ടിലിരിപ്പുണ്ട്. ജിന്നും മിൻസും കട്ടില് കോട്ടക്കിര പകലായിരം ജിന്നുകളുണ്ട്. പാരാവ് കട്ടിച്ചെന്താമരമുഖി ബൽക്കീസാണക്കോട്ടന്റെ ആത്മാവ്. കട്ടില് കോട്ടന്റെ ദീർപ്പം കേട്ട് കൊതിനുണ പൊട്ടിയ രാജാവ്. കട്ടില് തട്ടിയെടുക്കാൻ കൽപ്പന നൽകിയ ക്ഷണമൊരു ജേതാവേ ഇസ്മുല്ലത്താല് പറന്നെത്തി. ആ കാവല് ജിങ്കളെ ഒക്കെ ഉറക്കി മയക്കി അകത്തെത്തി. അത്യത്ഭുതകരമാം നിർമ്മിച്ചുള്ളൊരു കട്ടില് കണ്ടെത്തി. ജിഗജില്ലോ പൊന്നഴകല്ലോ പൂമഴ വില്ലോ രത്നക്കല്ലോ പലവട്ടം ദർശിച്ചിട്ടും പിടികിട്ടാമട്ടാണല്ലോ. കണ്ണഞ്ചിൽ ചിഞ്ചിൽ കൊഞ്ചിൽ ചഞ്ചല ചല ചാഞ്ചാടുന്നൊരു മൊഞ്ചവുമായി തിരുമുമ്പിൽ വന്നെത്തി. മണിമാണിക്ക മൊഞ്ചവുമാ തിരുമുമ്പിൽ വന്നെത്തി. ജിന്നും മിൻസും അടക്കി വതുക്കി സുലൈമാൻ നബിയുള്ള ജഗദലപതികൾക്കധിപതിയായി വാഴുമ്പോൾ ഗദ്ഗദ് സ്വരമിൽ ഹുദ്ഹുദ ഒരു കഥയോതി തിരുസവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ടത് വാണല്ലോ.